പരസ്യം. സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന നമ്മൾക്ക് എല്ലാവർക്കും അനുഭവപ്പെടുന്ന ഒരു വലിയ തലവേദനയാണ് ഈ പരസ്യങ്ങൾ ഇടയിൽ കയറി വന്ന് ശല്യം ചെയ്യുന്നു എന്നുള്ളത്. വാട്സപ്പ് ഉപയോഗിക്കാൻ പറ്റുന്നില്ല, യൂട്യൂബ്, ഫേസ്ബുക്ക്, എന്തിനേറെ നമ്മളൊരു സൈറ്റ് സന്ദർശിക്കുമ്പോൾ റീഡയറക്റ്റ് ആയിട്ട് വേറെ ഏതെല്ലോ സൈറ്റിൽ നിന്നും നമുക്കിങ്ങനെ പരസ്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഞാനിന്ന് 4 സെറ്റിങ്സ് നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. 2 സെറ്റിങ്സ് നമ്മുടെ മൊബൈലിൻ്റെ സെറ്റിങ്സിൽ തന്നെ നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ളതാണ്. 2 സെറ്റിങ്സ് ഗൂഗിൾ ക്രോമിൽ ചെയ്യേണ്ടതാണ്. ഈ സെറ്റിങ്സുകൾ നിർബന്ധമായിട്ടും നിങ്ങളുടെ മൊബൈലിൽ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈലിൽ ഒരിക്കലും തന്നെ പരസ്യങ്ങൾ വരില്ല. ഞാൻ 100% ഗ്യാരണ്ടി പറയുന്നു. കാരണം നമ്മളിങ്ങനെയുള്ള വീഡിയോസുകളൊക്കെ ചെയ്യുന്നവരാണ്. നമ്മൾ ഒരുപാട് സൈറ്റുകൾ സന്ദർശിക്കാറുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ആപ്ലിക്കേഷൻസുകൾ ഞാൻ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാറും ഉണ്ട്. ഞാൻ ഇങ്ങനെയുള്ള സെറ്റിങ്സുകൾ മാറ്റം വരുത്തിയതിന് ശേഷം എൻ്റെ മൊബൈലിൽ ഇതുവരെ പരസ്യത്തിൻ്റെ ഒരു ശല്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് നിങ്ങളും നിങ്ങളുടെ മൊബൈലിൽ ഈ 4 സെറ്റിങ്സിൽ മാറ്റങ്ങൾ വരുത്തി നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് പരസ്യങ്ങൾ വരുന്നത് തടയാൻ സാധിക്കും. നമുക്ക് ഈ സെറ്റിങ്സ് എവിടെയാണുള്ളത്, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പരിചയപ്പെടാം. അതിനുമുമ്പ് ആദ്യമായിട്ടാണ് ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തതിന് ശേഷം ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്യുക. ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നെങ്കിൽ FTM ക്രിയേഷൻ എന്ന ഈ ഒരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്ത് വെക്കുക. നമുക്ക് പെട്ടെന്ന് തന്നെ ഇതെവിടെയാണ് സെറ്റിങ്സ് ഉള്ളതെന്ന് നോക്കാം. ഞാൻ അതിനായിട്ട് ഗൂഗിൾ ക്രോം ആണ് ആദ്യം ഓപ്പൺ ചെയ്യുന്നത്. ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തു. ഇവിടെ വലതുവശത്ത് മുകളിൽ 3 ഡോട്ട്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ജസ്റ്റ് അവിടെ നിന്ന് ടാപ്പ് ചെയ്യുക. അതിനുശേഷം ഇവിടെ സെറ്റിങ്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. താഴെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കൃത്യമായിട്ട് മനസ്സിലാക്കുക, പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി. അവിടെ ഒന്ന് ടാപ്പ് ചെയ്യുക. അതിനുശേഷം ഇവിടെ ആഡ്സ് പ്രൈവസി എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ഒരു ഭാഗത്തായിട്ട് ജസ്റ്റ് അവിടെ നിന്ന് ടാപ്പ് ചെയ്യുക. ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ 3 ഓപ്ഷൻസുകൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആദ്യത്തെ ഓപ്ഷൻ ആഡ് ടോപ്പിക്സ് എന്ന ഭാഗം നിങ്ങൾ ടാപ്പ് ചെയ്യുക. അതിനുശേഷം ഇവിടെ ആഡ് ടോപ്പിക്സ് എന്ന ഭാഗത്ത് എനബിൾ ആണെങ്കിൽ നിങ്ങൾ ഡിസബിൾ ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഡിസബിൾ ചെയ്തതാണ്. ഈ ഒരു സെറ്റിങ്സ് നിർബന്ധമായിട്ടും നമ്മുടെ ഗൂഗിൾ ക്രോമിൽ ചെയ്ത് വെക്കേണ്ടതാണ്. അതിനുശേഷം ജസ്റ്റ് നിങ്ങളൊന്ന് ബാക്ക് വന്നതിന് ശേഷം ഇവിടെ രണ്ടാമത്തെ സെറ്റിങ്സ് സൈറ്റ് സജസ്റ്റഡ് ആഡ്സ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ നിങ്ങളൊന്ന് ടാപ്പ് ചെയ്യുക. അതിനുശേഷം സൈറ്റ് സജസ്റ്റഡ് ആഡ്സ് എന്ന ഭാഗത്തും എനബിൾ ആണെങ്കിൽ ജസ്റ്റ് അവിടെ ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക, ഡിസബിൾ ചെയ്ത് കൊടുക്കുക. ഈ 2 സെറ്റിങ്സ് പ്രധാനമായിട്ടും നിങ്ങൾ ചെയ്യുക. ജസ്റ്റ് നമുക്കൊന്ന് ബാക്ക് വരാം. മൂന്നാമത്തേത് ആഡ്സ് മെഷർമെൻറ്റ് എന്ന ഈ ഒരു ഓപ്ഷൻ ജസ്റ്റ് അവിടെ നിന്ന് ടാപ്പ് ചെയ്തിട്ട് അതും ഇവിടെ ഓണിലാണെങ്കിൽ ഓഫ് ചെയ്ത് കൊടുക്കുക. ഗൂഗിൾ ക്രോമിലുള്ള ഈ 3 സെറ്റിങ്സ് നിങ്ങൾ തീർച്ചയായിട്ടും ഓഫ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് മൊത്തമായിട്ടൊന്ന് ബാക്ക് വരാം. ഇനി നമ്മുടെ മൊബൈൽ സെറ്റിങ്സിൽ ചെയ്യേണ്ട 2 സെറ്റിങ്സ്. ഞാനിപ്പോൾ മൊബൈലിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ ഒരുപാട് ഓപ്ഷൻസുകളുണ്ട്. ഇവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഗൂഗിൾ എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ജസ്റ്റ് അവിടെ ഒന്ന് ടാപ്പ് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഏറ്റവും മുകളിൽ തന്നെ ആഡ്സ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ജസ്റ്റ് അവിടെ നിന്ന് ടാപ്പ് ചെയ്യുക. ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ഓപ്ഷൻസുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം റീസെറ്റ് അഡ്വർടൈസ് ID എന്ന ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ കൺഫേം കൊടുക്കുക. അതായത് നിങ്ങൾ പല ലിങ്ക് വഴിയും പല വെബ്സൈറ്റുകളും സന്ദർശിക്കുന്നവരായിരിക്കും. അതിലൂടെ റീഡയറക്റ്റ് ആയിട്ട് മറ്റേതെങ്കിലും സൈറ്റിൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളറിയാതെ തന്നെ എത്തിച്ചേരും. അങ്ങനെ അവർ നിങ്ങൾക്ക് ആഡ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഒരു അഡ്വർടൈസിങ് ID ഉപയോഗിച്ചാണ്. അത് നിങ്ങൾ റീസെറ്റ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ കൺഫേം കൊടുക്കുകയാണ്. ഇപ്പോൾ അഡ്വർടൈസിങ് ID റീസെറ്റ് ആയിട്ടുണ്ട്. ഇനി പഴയ ആ ഒരു IDയിൽ അവർക്ക് ആഡ്സ് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കില്ല. രണ്ടാമത് പ്രധാനമായിട്ടും ചെയ്യേണ്ടത് ഡിലേറ്റ് അഡ്വർടൈസിങ് ID എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഡിലേറ്റ് അഡ്വർടൈസിങ് ID കൊടുക്കുക. അതായത് നിലവിലുള്ള ആ ഒരു അഡ്വർടൈസിങ് ID നമ്മൾ ഡിലീറ്റ് ചെയ്യുകയാണ്. അങ്ങനെ 2 സെറ്റിങ്സുകൾ ഈ ആഡ്സ് എന്ന ഭാഗത്ത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ റീഡയറക്റ്റ് ആയിട്ട് വരുന്ന പരസ്യങ്ങൾ, അതുപോലെ തന്നെ സൈറ്റ് സംബന്ധമായിട്ടുള്ള പരസ്യങ്ങളൊന്നും തന്നെ നിങ്ങളുടെ മൊബൈൽ വരികയുമില്ല. ഗൂഗിൾ ക്രോമിലും നിങ്ങളുടെ മൊബൈലിൻ്റെ സെറ്റിങ്സിലും ഈ മാറ്റങ്ങൾ നിങ്ങൾ വരുത്തി നിങ്ങളുടെ മൊബൈൽ ഉപയോഗിച്ച് നോക്കൂ. തീർച്ചയായിട്ടും നിങ്ങളുടെ മൊബൈലിൽ ഇനി ഒരിക്കലും തന്നെ പരസ്യങ്ങൾ വന്ന് ശല്യം ചെയ്യില്ല.
ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.